ഹലോ ഫ്രണ്ട്സ്, ഞാൻ അജയ്. നമ്മളെ ഗവൺമെന്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഗ്യാസ് കണക്ഷൻ ഉജാല യോജനയിലൂടെ എങ്ങനെ അപ്ലൈ ചെയ്യാൻ നമുക്കൊന്ന് കാണാം. ഒരു വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നിങ്ങളെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് സെർച്ച് ചെയ്യുക PMUY. സെർച്ച് ചെയ്തതിനു ശേഷം ഫസ്റ്റ് കാണുന്ന ലിങ്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആകുമ്പോൾ ഇതേപോലെ ഒരു ഇന്റർഫേസ് കാണാൻ പറ്റും. ഇവിടെ ഒരു ഉജാല യോജനയിൽ ഒരു പുതിയ കണക്ഷൻ നമുക്ക് അപ്ലൈ ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഇവിടെ മുകളിൽ കാണുന്ന അപ്ലൈ ഫോർ ന്യൂ ഉജാല കണക്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യണം. അതിനു മുമ്പ് നമുക്ക് ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് കാണാം. സോ അതിനു വേണ്ടി ബെനിഫിറ്റ്സ് ടു കസ്റ്റമറിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ കാണുമ്പോൾ ഈ യോജനയിൽ നിങ്ങൾക്ക് അഥവാ ക്യാഷ് കണക്ഷൻ തരികയാണെങ്കിൽ ഇതിന്റെ ചിലവൊക്കെ ഗവൺമെന്റ് സ്വന്തമായിട്ട് എടുക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്യാസ് സിലിണ്ടർ ആയാലും അതിന്റെ സെക്യൂരിറ്റി മണി ആയാലും അതിന്റെ പൈപ്പ് ആയാലും അതിന്റെ റെഗുലേറ്റർ ആയാലും എല്ലാത്തിന്റെ സൊല്യൂഷൻ വന്നിട്ട് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതേപോലെ ഫസ്റ്റ് റീഫിൽ ആണെങ്കിൽ അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മുകളിൽ കാണുന്ന അപ്ലൈ ഫോർ ന്യൂ യോജന കണക്ഷൻ അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്യണം. ഇവിടെ താഴെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, ഓൺലൈൻ പോർട്ടൽ. അതിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഇവിടെ നിങ്ങൾക്ക് 3 ഐക്കൺസ് കാണാൻ പറ്റും. ഇവിടെ ഫസ്റ്റ് വന്നിട്ട് ഇന്ത്യൻ, നെക്സ്റ്റ് ഭാരത് ഗ്യാസ്, നെക്സ്റ്റ് HP. ഇവിടെ നിങ്ങൾക്ക് ഏത് കമ്പനിയുടെ കണക്ഷൻ എടുക്കേണ്ടത് ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ ടു അപ്ലൈ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇതെങ്ങനെ ഡിസൈഡ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളെ ഏരിയയുടെ അകത്ത് ഗ്യാസ് കണക്ഷൻ കമ്പനി ഉണ്ടോ, അവിടെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, അതേപോലെ ഹോം ഡെലിവറി സർവീസ് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ, അപ്പോൾ ആ കണക്ഷൻ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മളെ ഏരിയയിൽ ഭാരത് ഗ്യാസിന്റെ സർവീസസ് കൊള്ളാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഭാരത് ഗ്യാസ് എന്ന് സെലക്ട് ചെയ്തു. നെക്സ്റ്റ് ഇവിടെ ടൈപ്പ് ഓഫ് കണക്ഷനിൽ ഇവിടെ ഉജാല 3.0 ന്യൂ കണക്ഷനിൽ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ഐ ഹിയർ ബൈയിൽ ടിക്ക് മാർക്ക് ചെയ്യുക. അതിനുശേഷം സ്റ്റേറ്റ് ആൻഡ് ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഷോ ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ ഫ്രണ്ടിൽ കാണുമ്പോൾ നിങ്ങളെ ഫ്രണ്ടിൽ ഒരു ലിസ്റ്റ് വന്നിട്ടുണ്ടാകും. ഈ ലിസ്റ്റ് വന്നിട്ട് നമ്മളെ ഏരിയയിൽ എത്രമാത്രം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടോ അതിന്റെ ലിസ്റ്റുകളാണ് ഇവിടെ കാണിക്കുന്നത്. ആരാണ് ഗ്യാസ് ഏജൻസീസ് പ്രൊവൈഡ് ചെയ്യുന്നോ അവരെ പേരുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്, അവരുടെ ലിസ്റ്റുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഏത് ഏജൻസിയാണ് വേണ്ടത് അതിന്റെ സൈഡിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതേപോലെ ഏജൻസിയുടെ ഇവിടെ അഡ്രസ്സും ഫോൺ നമ്പറും കൊടുത്തിരിക്കുകയാണ്. ഈ ഫോൺ നമ്പറിന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, നെക്സ്റ്റ് ടൈം ആവശ്യം വരും. നെക്സ്റ്റ് സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങളെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ക്യാപ്ചർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ മുകളിൽ കാണുന്ന ക്യാപ്ചർ സെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്തതിനു ശേഷം സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഇവിടെ OTP വരും. OTP ഇവിടെ ടൈപ്പ് ചെയ്തതിനു ശേഷം സബ്മിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് പുതിയ ഗ്യാസ് കണക്ഷൻ എടുക്കണം. അതിനുവേണ്ടി ഇവിടെ ന്യൂ KYC ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പ്രൊസീഡ് എന്ന് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു ഓപ്ഷൻ കാണിക്കും, കൺസ്യൂമർ മൈഗ്രേറ്റ് ഫാമിലി ഓപ്ഷൻ കാണിക്കും. അഥവാ അങ്ങനെ ഒരു ഫാമിലി ഉണ്ടെങ്കിൽ അവരെ റേഷൻ വന്നിട്ട് നാട്ടിലാണ്, പക്ഷെങ്കിൽ അവർ വന്നിട്ട് വേറെ ലൊക്കേഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ സമയത്തിൽ അവർക്ക് ആ ലൊക്കേഷനിലേക്ക് ഗ്യാസ് കണക്ഷൻ വാങ്ങിക്കണം. അങ്ങനത്തെ കേസിൽ S ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ എൻ്റെ കേസിൽ ഞാൻ എൻ്റെ റേഷൻ കാർഡിലുള്ള അഡ്രസ്സിലാണ് ഞാൻ ഇപ്പോൾ താമസിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടെ നോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ഫാമിലി ഐഡന്റിറ്റി സെക്ഷനിൽ വരുമ്പോൾ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യുന്നത് റേഷൻ കാർഡാണ്. നെക്സ്റ്റ് ഇവിടെ സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ താഴെ നിങ്ങളെ റേഷൻ കാർഡിന്റെ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് നിങ്ങളെ ഐഡന്റിറ്റി സ്റ്റേറ്റിൽ വരുമ്പോൾ നിങ്ങൾ ഏതാണ് സ്റ്റേറ്റ് ആ സ്റ്റേറ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സ്കീം ടൈപ്സ് ഇവിടെ കാണാൻ പറ്റും. ഇതിൽ 4 സബ് കാറ്റഗറീസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഇവിടെ SC ST എന്ന് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾ ഏത് കാറ്റഗറിയിൽ വരും ആ കാറ്റഗറി നിങ്ങളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ OBC കാറ്റഗറിയിലാണ് വരുന്നത്. ഞാനിവിടെ ഉജാല 3.0 അതർസിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം പ്രൊസീഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് നമ്മളെ ഡീറ്റെയിൽ എല്ലാം വെരിഫൈ ആയി വന്നിട്ടുണ്ട്. ഫസ്റ്റ് നമുക്കിവിടെ ഐ കൺഫേം ഹാവിംഗ് കളക്റ്റഡ് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യണം. ഇവിടെ നിങ്ങളെ മേജർ ഫാമിലി മെമ്പർ ആരാണോ അവരെ ഏജ് വന്നിട്ട് 18 വയസ്സിന്റെ മുകളിലാണെങ്കിൽ അവരുടെ ഡീറ്റെയിലൊക്കെ നമുക്കിവിടെ ഫിൽ ചെയ്യേണ്ടി വരും. ഫസ്റ്റ് നിങ്ങളോട് ഇവിടെ നമ്പർ ചോദിക്കും. എത്ര പേര് 18 വയസ്സിന്റെ മുകളിലുണ്ടോ അവരെ നമ്പർ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് റിലേഷൻ വിത്ത് അപ്ലിക്കന്റിൽ വരുമ്പോൾ അപ്പോൾ അപ്ലിക്കന്റിന്റെ കൂടെ നിങ്ങൾക്ക് എന്താണ് റിലേഷൻ അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഫാദർ ആണോ മദർ ആണോ സൺ ആണോ ഏതാണോ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഹസ്ബൻഡ് ആണെങ്കിൽ ഇവിടെ ഹസ്ബൻഡിന്റെ പേരിവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് അവരെ ആധാർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അവരെ വയസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ ആഡ് ന്യൂ ഫാമിലി മെമ്പറിന് ക്ലിക്ക് ചെയ്യണം. അഥവാ ഫാമിലി മെമ്പറിൽ ആരൊക്കെ ഉണ്ടോ അവരെ ഈ പേരുകൾ ഇവിടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും സെപ്പറേറ്റ് ആയിട്ട്. നെക്സ്റ്റ് ഇവിടെ നിങ്ങളോട് കുറെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടാകും ഡിക്ലറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഓപ്ഷനുകൾ അവർക്ക് മാത്രമാണ് സെലക്ട് ചെയ്യേണ്ടത്.
ആരെ ഫാമിലിയിലെ സ്ത്രീ വന്നിട്ട് തനിയായിട്ടുണ്ടെങ്കിൽ അതോ സിംഗിൾ ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് വന്നിട്ട് ഈ ഫസ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഏതെങ്കിലും സ്ത്രീയുടെ ഹസ്ബൻഡ് ഡെത്ത് ആയിട്ടുണ്ടെങ്കിൽ അതോ ഡിവേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ അവർ വന്നിട്ട് സെക്കൻഡ് ഓപ്ഷനിൽ ടിക്ക് മാർക്ക് ചെയ്യുക. ഇനി നെക്സ്റ്റ് വരുന്നതാണ് പേഴ്സണൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ഫസ്റ്റ് മിസ്സസ് ഓർ മിസ്റ്റർ സെലക്ട് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് ഫുൾ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഫിൽ ചെയ്തതിനു ശേഷം നെക്സ്റ്റ് വരുന്നതാണ് അഡ്രസ് ഫോർ LPG ഗ്യാസ് കണക്ഷൻ. എന്ന് വെച്ചാൽ നിങ്ങൾ LPG ഗ്യാസ് കണക്ഷൻ വന്നിട്ട് ഏത് അഡ്രസ്സിലാണ് നിങ്ങൾക്ക് വാങ്ങിക്കേണ്ടത് ആ അഡ്രസ്സ് ഇവിടെ ഫിൽ ചെയ്ത് കൊടുക്കണം. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, നിങ്ങളിവിടെ കൊടുക്കുന്ന അഡ്രസ്സിന്റെ ഒരു പ്രൂഫ് ഇവിടെ സബ്മിറ്റ് ചെയ്യണം. ഫസ്റ്റ് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡോക്യുമെന്റുകൾ ഏതൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് നമ്മളതിൽ ഉണ്ടാകണം. ഇവിടെ കൊടുക്കുന്ന അഡ്രസ്സ് മാച്ച് ആവുന്ന ഒരു ഡോക്യുമെന്റ് നമുക്ക് ഇവിടെ സബ്മിറ്റ് ചെയ്താൽ മതി. ഇവിടെ ഡോക്യുമെന്റ് കാറ്റഗറിയിൽ നമുക്ക് റേഷൻ കാർഡ് കൊടുക്കാൻ പറ്റും, ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാൻ പറ്റും, ആധാർ കൊടുക്കാൻ പറ്റും, നെക്സ്റ്റ് ഹൗസ് രജിസ്ട്രേഷൻ ഡോക്യുമെന്റ് കൊടുക്കാൻ പറ്റും, നെക്സ്റ്റ് ബാങ്ക് പാസ്ബുക്ക് കൊടുക്കാൻ പറ്റും, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിന്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ പറ്റും. സോ നിങ്ങൾ ഏതാണ് ഡോക്യുമെന്റ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സോ നമ്മളിവിടെ റേഷൻ കാർഡിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് നിങ്ങൾ കംപ്ലീറ്റ് അഡ്രസ്സ് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് നമുക്കിവിടെ ഹൗസ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങളെ ഫ്ലാറ്റ് ആണെങ്കിൽ ഫ്ലാറ്റ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്പർ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് 0 എന്നും കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് നിങ്ങളെ വീട്ടിന്റെ പേര് അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളെ വീട്ടിന്റെ അടുത്തുള്ള ഏതെങ്കിലും ലാൻഡ്മാർക്ക് ഫേമസ് ആയിട്ടുള്ള പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങളെ വില്ലേജ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളെ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങളെ ഏരിയ പിൻകോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങളെ സബ് ഡിസ്ട്രിക്ട് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങളെ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇമെയിൽ ID ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഇവിടെ രജിസ്ട്രേഷൻ ആക്കും. നെക്സ്റ്റ് വരുന്നതാണ് പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി. ഇവിടെ കാണുമ്പോൾ നമുക്ക് ഇവിടെ ഏതൊക്കെ ഡോക്യുമെന്റ് കൊടുക്കാൻ പറ്റുമെന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ആധാർ കാർഡ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിവിടെ ആധാർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നിങ്ങൾ ഇവിടെ വെരിഫൈ ആധാറിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ആധാർ വന്നിട്ട് വെരിഫൈ ആയിക്കൊള്ളും. നെക്സ്റ്റ് സെക്ഷൻ വരുന്നതാണ് DBT ട്രാൻസ്ഫർ ഡീറ്റെയിൽസ് കൊടുക്കണം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് സബ്സിഡി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാകും. ആ ക്യാഷിന് നിങ്ങൾക്ക് ഏത് അക്കൗണ്ടിലേക്ക് തിരിച്ചെടുക്കണോ ആ അക്കൗണ്ട് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. DBT എന്ന് പറഞ്ഞാൽ ആധാറിലൂടെയും ഗവൺമെന്റ് വന്നിട്ട് മണി ട്രാൻസ്ഫർ ചെയ്ത് തരും. അതിനുവേണ്ടി നിങ്ങൾ ഇവിടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ആധാർ കാർഡിൽ നിങ്ങളെ പേര് എങ്ങനെ ഉണ്ടോ അങ്ങനെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആ പേര്. നെക്സ്റ്റ് നിങ്ങൾ IFSC കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വാലിഡേറ്റിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക് നിങ്ങളെ ബാങ്കിന്റെ പേര് വന്നിട്ടുണ്ടാകും. നിങ്ങളെ IFSC കോഡ് വന്നിട്ട് നിങ്ങളെ ബാങ്ക് പാസ്ബുക്കിൽ കാണാൻ പറ്റും. അവിടെ നോക്കി സെയിം ടു സെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഇവിടെ താഴെ ബാങ്കിന്റെ പേര് ഇവിടെ കാണിക്കും. നെക്സ്റ്റ് അക്കൗണ്ട് ടൈപ്പിൽ വരുമ്പോൾ നിങ്ങളെ അക്കൗണ്ട് വന്നിട്ട് സേവിങ് അക്കൗണ്ട് ആണോ കറണ്ട് അക്കൗണ്ട് ആണോ, നമ്മളെ സേവിങ് ആണ്. സോ സേവിങ് കൊടുത്തു. നെക്സ്റ്റ് നിങ്ങളെ പേര് പാസ്ബുക്കിൽ എങ്ങനെയാണോ ഉള്ളത് ആ പേര് ഇവിടെ സെയിം ടു സെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് കൺഫേം സെക്ഷനിൽ നിങ്ങൾക്ക് റിപ്പീറ്റ് അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഇവിടെ ഏത് യൂസറിന് വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് ആ യൂസറിന്റെ അക്കൗണ്ട് നമ്പറാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ചില സ്ത്രീയുടെ കയ്യിൽ അക്കൗണ്ട് നമ്പർ ഇല്ലെങ്കിൽ അവരെ ഹസ്ബൻഡിന്റെ അക്കൗണ്ട് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ടാകും. അങ്ങനെ കൊടുക്കാൻ പാടില്ല. ഓക്കെ, നെക്സ്റ്റ് ആണ് പാക്കേജ് ഡീറ്റെയിൽ. ഇവിടെ നിങ്ങൾ ഏത് ടൈപ്പിലാണ് കണക്ഷൻ വാങ്ങിക്കാൻ പോകുന്നത് ഇവിടെ 2 ടൈപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഗവൺമെന്റ് തരുന്ന ഓപ്ഷൻസ് ആണ്. ഇവിടെ നമുക്ക് 14.2 കിലോഗ്രാം സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഇതിനുശേഷം നമുക്ക് ഇവിടെ ഫോം സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ലൊക്കേഷൻ ചോദിക്കുന്നുണ്ടാകും. അതോ നിങ്ങൾ പുറത്താണെങ്കിൽ യൂർബൻ സെലക്ട് ചെയ്ത് കൊടുക്കുക, വില്ലേജ് ആണെങ്കിൽ റൂറൽ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് നിങ്ങളെ ഡിസ്ട്രിക്ട് വില്ലേജ് എല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് I hereby ഓപ്ഷനിൽ ടിക്ക് മാർക്ക് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇതേപോലെ നമ്മളിവിടെ കാണുമ്പോൾ നമ്മളെ ഫോം വന്നിട്ട് സക്സസ്ഫുള്ളി സബ്മിറ്റ് ആയിട്ടുണ്ട്. സോ നമ്മളെ ഫ്രണ്ടിൽ ഒരു റിക്വസ്റ്റ് ID വന്നിട്ട് ജനറേറ്റ് ആയി വന്നിട്ടുണ്ട്. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ റിക്വസ്റ്റ് ID നിങ്ങൾക്ക് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ കോപ്പി ചെയ്ത് വെക്കുക. ഇപ്പൊ നിങ്ങളെ ഫോം വന്നിട്ട് സബ്മിറ്റ് ആയിട്ടുണ്ട്. പക്ഷേ കുറച്ച് കാര്യങ്ങൾ ഇനിയും ചെയ്യണം. അവിടെ നിങ്ങൾക്ക് ഡോക്യുമെന്റുകൾ കുറച്ച് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ക്ലിക്ക് ഹിയർ ടു അപ്ലോഡ് ഉജാല ഇതിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ ഫ്രണ്ടിൽ ഇവിടെ ഡോക്യുമെന്റ് ലിസ്റ്റ് ഇവിടെ കാണിക്കുന്നുണ്ടാകും. ഇതേപോലെ നമുക്ക് കണക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മളെ ഡോക്യുമെന്റ് ഇതേപോലെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് നമുക്കിവിടെ റേഷൻ കാർഡ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുക ചൂസ് ഫയൽ. ഫസ്റ്റ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഡോക്യുമെന്റ് വന്നിട്ട് 300 KB ഉള്ളിൽ ഉണ്ടാകണം. അതിനുശേഷം ഫയൽ വന്നിട്ട് PDF അതോ JPG ഫയലായിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യണം. ഫസ്റ്റ് നമുക്ക് റേഷൻ കാർഡ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആധാർ കാർഡ് അപ്ലോഡ് ചെയ്യണം. ഇവിടെ ചൂസ് ഫയലിൽ ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ഇവിടെ ഡിപ്രിവേഷൻ ഡിക്ലറേഷൻ നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യണം. ഇത് വന്നിട്ട് നിങ്ങളെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യും. ഇതിനുവേണ്ടി ഫസ്റ്റ് നിങ്ങൾക്ക് ഹോം പേജിൽ വരണം. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഫോംസ്. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക.
ഇവിടെ നമ്മൾ ഡിക്ലറേഷനിൽ നമുക്ക് രണ്ട് ഓപ്ഷൻ കാണാൻ പറ്റും, ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. നമുക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫോം ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ഇതിനെ ഫിൽ ചെയ്ത് വെച്ചിട്ട് ഇതിനെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഫോമിനെ ഫിൽ ചെയ്ത് നിങ്ങൾക്ക് PDF-ലൂടെ അപ്ലോഡ് ചെയ്യണം. അതേപോലെ നിങ്ങൾ ഏജൻസിയിൽ നിങ്ങൾ പോകുമ്പോൾ ഈ ഫോമിന് നിങ്ങൾക്ക് ഏജൻസിയിലും കൊടുക്കേണ്ടി വരും. നെക്സ്റ്റ് നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഫിൽ ചെയ്ത ഫോമിനെ ഇവിടെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളെ ഫാമിലിയിൽ ആരെങ്കിലും പേര് ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മളിവിടെ ഇവരെ ഹസ്ബൻഡിന്റെ പേരാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അവരെ നമുക്ക് ഇവിടെ ആധാർ കാർഡ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അവരെ ആധാർ കാർഡ് നമുക്ക് സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നമ്മൾ എല്ലാ ഡോക്യുമെന്റുകളും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇതിനുശേഷം നമുക്കിവിടെ താഴെ കാണുമ്പോൾ ഐ ഹിയർ ബൈ ഓപ്ഷനിൽ ടിക്ക് മാർക്ക് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇതേപോലെ നമ്മൾ സബ്മിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ സക്സസിന്റെ മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ടാകും. ഇവിടെ നമ്മൾ രജിസ്ട്രേഷൻ വന്നിട്ട് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് കൈൻഡ്ലി കോൺടാക്ട് യുവർ സെലക്ടഡ് ബർത്ത് ഗ്യാസ് ഡിസ്ട്രിബ്യൂട്ടർ ഫോർ കംപ്ലീഷൻ ഓഫ് ബയോമെട്രിക് ഓതന്റിക്കേഷൻ. ഇവിടെ നിങ്ങൾക്ക് ഗ്യാസ് കണക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ബയോമെട്രിക് ചെയ്യാൻ വേണ്ടി വരും. എന്ന് വെച്ചാൽ ഈ കണക്ഷൻ വന്നിട്ട് ആരെ പേരിലാണ് ഉള്ളത് അവർക്ക് വന്നിട്ട് ഗ്യാസ് ഏജൻസിയിൽ ഒരിക്കൽ പോകേണ്ടി വരും. അഥവാ നിങ്ങൾ ഉജാല യോജനയിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ബേസിക്കലി ഫസ്റ്റ് ഡേ തന്നെ നിങ്ങൾക്ക് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇവിടെ അപ്രൂവൽ ആയ ശേഷം തന്നെ നിങ്ങൾക്ക് പോകേണ്ടി വരും. അപ്രൂവൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ചെക്ക് സ്റ്റേറ്റസിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ റിക്വസ്റ്റ് ID നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മളെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് ഇവിടെ നിങ്ങൾ ജനറേറ്റ് OTP-യിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളെ ഫോണിൽ ഒരു OTP പോയിട്ടുണ്ടാകും. ആ OTP ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്തതിനു ശേഷം ചെക്ക് സ്റ്റേറ്റസിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ആപ്ലിക്കേഷൻ സ്റ്റേറ്റസ് ഇവിടെ കാണാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മളിപ്പോഴാണ് ജസ്റ്റ് നമ്മൾ ഫോം ഫില്ല് ചെയ്തേ ഉള്ളൂ, അതുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നതാണ്. ഇപ്പം നമ്മളെ വെരിഫിക്കേഷൻ വന്നിട്ട് പെൻഡിങ്ങിലാണ്. നമ്മളെ ഡിസ്ട്രിബ്യൂട്ടറിന്റെ കയ്യിൽ പോകുമ്പോൾ വെരിഫിക്കേഷൻ നടക്കും. ഇവിടെ നിങ്ങൾക്ക് അപ്രൂവൽ ആയതിനു ശേഷം നിങ്ങൾക്ക് KYC ചെയ്യേണ്ടി വരും. അത് അവിടെ ഗ്യാസ് ഏജൻസിയിൽ പോയിട്ട് നമുക്ക് ചെയ്യണം. ഗ്യാസ് ഏജൻസിയിൽ പോകുമ്പോൾ നിങ്ങളെ ഗ്യാസ് കണക്ഷൻ ആയാലും നിങ്ങളെ പാസ്ബുക്ക് ആയാലും എല്ലാം അവിടെ നിങ്ങൾക്ക് തരും. ഏതൊക്കെ കാര്യങ്ങൾ ഗവൺമെന്റ് ഫ്രീ ആയിട്ട് തരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യും. അതിനുശേഷം ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഡിക്ലറേഷൻ ഫോം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഡിക്ലറേഷൻ ഫോം നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ഫില്ല് ചെയ്ത് ഒരു കോപ്പി വന്നിട്ട് ഗ്യാസ് ഏജൻസിയിൽ കൊടുക്കേണ്ടി വരും. അതിനുശേഷം ഒരു കോപ്പി നിങ്ങൾക്ക് ഇവിടെ PDF-ലൂടെ അപ്ലോഡ് ചെയ്യണം. അത് ഞാൻ കാണിച്ചു തന്നു. സോ ഇവിടെ ആപ്ലിക്കേഷന്റെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇവിടെ നമുക്ക് അപ്രൂവൽ ആയ ശേഷമാണ് ബാക്കിയുള്ള കാര്യം ചെയ്യേണ്ടത് ഗ്യാസ് ഏജൻസിയിൽ പോയിട്ട്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ. ഇനി ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ അറിയുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി നമുക്ക് ഇൻട്രസ്റ്റിംഗ് വീഡിയോയിലൂടെ കാണാം. ബൈ.